യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് ഞാൻ പറയുന്നത് മേരി മദർ ഓഫ് ജീസസ് എന്നൊരു സിനിമയുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയാണ്. ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നുമുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സീൻ ഇങ്ങനെയാണ്. മേരി പ്രഗ്നൻ്റായി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ മേരി പ്രഗ്നൻ്റായി. മേരി ഈ കാര്യം ജോസഫിനോട് പറയാൻ വേണ്ടി ജോസഫിനെ അന്വേഷിച്ച് പോവാണ്. അപ്പോൾ പതിക്കാൻ നാട്ടിലെ ആൾക്കാരൊക്കെ കുറച്ചുപേരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഒരു തിരക്കുള്ള തെരുവിലൂടെ ജോസഫിനെ അന്വേഷിച്ച് മേരി ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു വൈകുന്നേര സമയമാണ്. ആ സമയത്ത് അതിലൊരാൾ മേരിയെ തിരിച്ചറിഞ്ഞിട്ട് പറയും, ദേ പാപിനിയായ പെണ്ണ് പോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അവൾക്ക് ചുറ്റും കൂടാണ്. എല്ലാവരുടെ കയ്യിൽ കല്ലാണ്. കാരണം അന്നത്തെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം കൂടി ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിൽക്കുന്നത്. അവരിങ്ങനെ കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ജോസഫ് എൻട്രി ചെയ്യുന്നത്. ജോസഫ് എൻട്രി ചെയ്യുമ്പോഴേക്കും ആ കൂട്ടത്തിൽ ഒരാൾ ജോസഫിൻ്റെ കൈ കല്ല് കൊടുത്തിട്ട് പറയും, ജോസഫെ അവൾ നിന്നെയാണ് ചീറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ കല്ലെറിയാനുള്ള അധികാരം നിനക്കാണ്, എറിയടാന്ന് പറയും. ജോസഫിൻ്റെ കയ്യിൽ കല്ലുണ്ട്. ജോസഫിൻ്റെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ജോസഫ് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞിട്ട് മേരിയെ പിടിച്ചിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. മേരിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുന്നിടത്ത് നിന്നും മേരിയെ രക്ഷപ്പെടുത്താൻ ജോസഫ് എന്ന ഹീറോന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാ കാണുന്നത്. ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ വന്ന രക്ഷകനെ രക്ഷിക്കുന്നവനാണ് ജോസഫ്. ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ വന്ന രക്ഷകനെ രക്ഷിക്കുന്ന ജോസഫ്. എന്താണ് ജോസഫിൻ്റെ പ്രത്യേകത? ഈസ് എ ജസ്റ്റ് മാൻ എന്ന് പറയാം. അവൻ നീതിമാനായിരുന്നു എന്നാണ് ലൂക്കായുടെ ഗോസ്പല് ജോസഫിനെ കുറിച്ച് പറയുന്നത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ പാലക്കാട് വാളയാറ് വൈകുന്നേര സമയത്ത് ഒരു അതിഥി തൊഴിലാളിയെ നമ്മുടെ നാട്ടുകാരൊക്കെ ചെന്ന് ചവിട്ടിക്കൂട്ടി കൊന്നു. ചോര തുപ്പിയാണോ മരിക്കുന്നത്. രാമനാരായണൻ ബയ്യാർ എന്നാണ് പേര്. 31 വയസ്സുള്ളൂ. ഈ മനുഷ്യന് 2 മക്കളുണ്ട് നാട്ടിൽ, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ വീട്ടിൽ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് തൊഴിൽ തേടി കേരളത്തിൽ വന്നത്. 5 ദിവസമായിട്ട് കേരളത്തിലുണ്ട്. പക്ഷെ മക്കളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം കൊണ്ട് ഈ മനുഷ്യൻ തിരിച്ചു പോകാനുള്ള വഴിയിൽ വെച്ചിട്ടാണ് ഇവൻ മോഷ്ടാവാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം ഒരു ആൾക്കൂട്ട് വിചാരണ നടത്തി കൊന്നുകളയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് എഴുതിയേക്കണമെന്ന് അറിയാമോ? അവൻ്റെ ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലുമില്ല. വാരിയിലൊക്കെ ചവിട്ടി ഞെരിച്ച് ഓടിച്ചു കളഞ്ഞു. എത്ര ക്രൂരമായ മർദ്ദനാണ്. ഒരു വിചാരണയും ഇല്ലാതെ ഈ ആളുകൾ സത്യം എന്തെന്നറിയാതെ നീതി എന്തെന്നറിയാതെ കൊന്നുകളയാണ്. ഇവിടെ ഈ രാമനാരായണൻ എന്ന ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ഒരു ജോസഫ് ഇല്ലാതെ പോയി. ഒരു ജോസഫ് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് അവിടെ ഒരു കൊലപാതകം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ജോസഫുമാരുണ്ടാവണം. ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ, ഒരു കുറ്റം കേട്ട് കഴിയുമ്പോൾ വിധിക്കാനോങ്ങാതെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. മക്കളെ, നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികളെ കുറ്റം നമ്മൾ കേൾക്കാൻ പോകും. അതനുസരിച്ചല്ല നമ്മൾ അവരെ വിധിക്കാൻ പോകുന്നത്. സത്യാവസ്ഥ അറിയണം. മാലാഖ ഉണ്ടായിരുന്ന ജോസഫിന് കൂട്ടുവന്നിട്ട് പറയുന്നുണ്ട്, നീ അവളെ സ്വീകരിക്കാൻ മടിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, നീ അവളെ റിസീവ് ചെയ്യുക. അങ്ങനെയാണ് ജോസഫ് മറിയത്തെ റിസീവ് ചെയ്യുന്നത്. എല്ലാ കുറവുകളോടും കൂടി, എല്ലാ പ്രശ്നങ്ങളോടും കൂടി തന്നെ ജോസഫ് മറിയത്തെ സ്വീകരിച്ചു. അതിൻ്റെ പേരാണ് ജസ്റ്റിസ് എന്ന്. ഈ നിയമവും നീതിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നിയമത്തിൻ്റെ കൂടെ നമ്മൾ ലവ് ചേർക്കുമ്പോൾ, നമ്മൾ ലോയിൻ്റെ കൂടെ നമ്മൾ ലവ് ചേർക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ജസ്റ്റിസ്. പലപ്പോഴും നിയമങ്ങൾ പാലിക്കാൻ നമ്മളിങ്ങനെ പോകും, പക്ഷെ അവിടെ നീതി നടപ്പിലാക്കുന്നില്ല. കാരണം അത് സ്നേഹമില്ലാതെ പോകുന്നതുകൊണ്ടാണ്. നിയമം അനുസരിച്ചിട്ട് ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലാം. പക്ഷേ ജോസഫ് എന്താ ചിന്തിച്ചേ? ജോസഫിന് അനുകമ്പയുടെ ഒരു മുഖമുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു മുഖമുണ്ട്. അങ്ങനെയാണ് ജോസഫ് മറിയത്തെ സ്വീകരിക്കുന്നത്. നമ്മുടെ ലൈഫിലും നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ കുറ്റപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ലെന്നേ. നമ്മളൊന്ന് സ്നേഹം ചേർത്ത് വെച്ച് നോക്കിയേ, കാര്യങ്ങൾ കുറേയും കൂടി മനോഹരമാവും. ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി കഠിനമായ തപശ്ചര്യ നടത്തുന്നൊരു സന്യാസിയായിരുന്നു. ഫാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നൊരു സന്യാസിയായിരുന്നു. ഒരു ദിവസം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധി കണ്ടിട്ട് ദൈവം ആകാശത്ത് പകലിലും തെളിയുന്നൊരു നക്ഷത്രം തൂക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ വിശുദ്ധനായ മനുഷ്യനറിയാം ഇത് ദൈവം എൻ്റെ വിശുദ്ധ അടയാളമായിട്ട് ആകാശത്ത് തൂക്കിയിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലോസ് ഒക്കെ ഒബ്സർവ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഒരു ദിവസം കാട്ടിൽ വഴി നഷ്ടപ്പെട്ട് ഒരു പയ്യൻ വന്നു. അപ്പോൾ ഈ പയ്യന് വീട്ടിലോട്ട് വഴി കാണിക്കാൻ വേണ്ടി ഈ സന്യാസി കൂടെ പോകണം. അപ്പോൾ ആ പയ്യൻ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു പുഴയുടെ അരികിലേക്ക് സന്യാസി അവനെ കൊണ്ടുപോകണം. എന്നിട്ട് പറയടാ നീ വെള്ളം കുടിച്ചോ എന്ന് പറയും. അപ്പോൾ അവൻ പറയും സന്യാസി ആദ്യം കുടിക്കുക. അപ്പോൾ സന്യാസി പറയും ഇല്ലടാ എനിക്ക് ഫാസ്റ്റിംഗ് ആണ്, എനിക്കൊന്നും കഴിക്കാൻ പാടില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല, നീ കഴിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്ന് വാശി പിടിക്കുമ്പോഴേക്കും ഈ മനുഷ്യന് മനസ്സിലായി ഇവൻ ഇനിയും ഒന്നും കഴിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മരിച്ചു. അങ്ങനെ മനസ്സില്ല മനസ്സോട് ഇയാളുടെ ഫാസ്റ്റിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇയാൾ വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സന്യാസിക്ക് ആകാശത്തേക്ക് നോക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എന്താ, ആകാശത്ത് തൻ്റെ വിശുദ്ധിയുടെ അടയാളമായി തൂക്കപ്പെട്ടുള്ള നക്ഷത്രം ദൈവം എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ഇയാൾക്കത് ഉറപ്പായിരുന്നു. ഇയാൾ ആശ്രമത്തിനടുത്ത് എത്താറായപ്പോഴേക്കും ഇയാൾ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോകും. കാരണം അവിടെ ഒരു നക്ഷത്രമല്ല 2 നക്ഷത്രം, ഒരു നക്ഷത്രമല്ല 2 നക്ഷത്രം. നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു നക്ഷത്രം തൂങ്ങിക്കിടപ്പുണ്ടാവാം, പക്ഷെ അതിനോട് സ്നേഹം ചേർത്ത് വയ്ക്കുമ്പോൾ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ദൈവം ആകാശത്ത് 2 നക്ഷത്രങ്ങൾ തെളിക്കും. ജോസഫിനെ പോലെ നമുക്ക് ജസ്റ്റ് ആവാം, നീതിമാന്മാരായിട്ട് ലോകത്ത് ജീവിക്കാം. നിയമത്തിനോടൊപ്പം സ്നേഹം കൂടി ചേർത്ത് നോക്കിയേ. എല്ലാവർക്കും ഹാപ്പി ജസ്റ്റ് സൺഡേ.